ഗുട്ടൻ മോർഗൻ. നമുക്ക് ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Hello Leute, guten Morgen. Guten Morgen. Guten Morgen. So let's start with today's session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് എന്തായിരുന്നു? അഡ്ജക്റ്റീവ് എൻഡിങ് ആയിരുന്നു അല്ലെ? എപ്പോഴായിരുന്നു ഒരു അഡ്ജക്റ്റീവ് എൻഡിങ് വരുന്നത്? അഡ്ജക്റ്റീവിന് എപ്പോഴായിരുന്നു എൻഡിങ് വരുന്നത്? യെസ് ഗൈസ്. തൊട്ടടുത്ത് വരുമ്പോ. എങ്ങനെയായിരുന്നു? തൊട്ടടുത്ത് വരുമ്പോ. ആരുടെ അടുത്ത് വരുമ്പോ? ലാസ്റ്റ് ക്ലാസ്സിലെ നോട്ട് ഒന്ന് തുറന്ന എല്ലാവരും. PDF. എപ്പോഴാണ് അഡ്ജക്റ്റീവിന് എൻഡിങ് കൊടുക്കുക? നൗണിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അഡ്ജക്റ്റീവ് വന്നാൽ അപ്പോഴാണ് നമ്മൾ അഡ്ജക്റ്റീവിന് എൻഡിങ് കൊടുക്കേണ്ടത് അല്ലെ? അഡ്ജക്റ്റീവ് എൻഡിങ് നമ്മൾ 3 ടേബിൾ ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ടേബിൾ ഏതായിരുന്നു? മിഡ് ബെസ്റ്റും ആർട്ടിക്കിൾ ദായുടെയും ദിസിന്റെയും കൂടെ വരുമ്പോൾ നമ്മളൊരു ടേബിൾ ഫോളോ ചെയ്യും. പിന്നെ മിഡ് ഉൺബെസ്റ്റും ആർട്ടിക്കിൾ ഉൺ പൊസസീവ് പ്രോനോമൻ, പിന്നെ അതിന്റെ കൂടെ തന്നെ കൈനും, ദാറ്റ് ഇസ് പിന്നെ മൈ, യുവർ എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ നമ്മൾ സെക്കൻഡ് ടേബിൾ ഫോളോ ചെയ്യും. ആൻഡ് തേർഡ് ടേബിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതെ ഓൺ ആർട്ടിക്കിൾ വരുമ്പോഴാണ് നമ്മൾ തേർഡ് ടേബിൾ ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ അഡ്ജക്റ്റീവ് എൻഡിങ് വരുന്നത്. റിലേറ്റഡ് ആയിട്ട് ഞാൻ ഹോംവർക്ക്സ് അയച്ചായിരുന്നു, സബ്മിറ്റ് ചെയ്തില്ല ഇതുവരെ ആരും. പ്ലീസ് ഡു ദാറ്റ് ബൈ ടുഡേ ഈവനിങ് ഇറ്റ്സെൽഫ്. ഓക്കെ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്പീക്കിംഗ് ചെയ്യാം. നമുക്ക് സ്പീക്കിംഗ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. സോ ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ. അർഷദ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. Was machst du mit deinen Freunden am Samstagabend? Was machst du mit deinen Freunden am Samstagabend? എന്താണ് അതിന്റെ മീനിങ്? എന്തായിരിക്കും? ഫ്രണ്ടിന്റെ കൂടെ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? എപ്പോ? ഈവനിങ്ങില്. ഏത് ഈവനിങ്? സാംസ്റ്റാഗ്. സാംസ്റ്റാഗ് ഏതാ ഡേ?
സാറ്റർഡേ. ഓക്കെ, സാറ്റർഡേ ഈവനിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാസ് മാർക്സ് ദു മിത് ദൈനൻ ഫ്രോയിൻഡൻ am Samstag Abend. ഓക്കെ, അതിന് മേലെ കണ്ടോ ഫോൺ സിഷ് എറ്റ്സേലൻ, ഫോൺ സിഷ് എറ്റ്സേലൻ. സോ ക്വസ്റ്റ്യൻ അതാണ്, ഫോൺ സിഷ് എറ്റ്സേലൻ. എന്താണ് സിഷ് എറ്റ്സേലന്റെ അർത്ഥം? എറ്റ്സേലൻ എന്ന് പറഞ്ഞാൽ എന്താ? എറ്റ്സേലൻ, എറ്റ്സേലൻ മീൻസ് ടു ടോക്ക് അല്ലെങ്കിൽ ടു നരേറ്റ് അല്ലെങ്കിൽ ടു ടെൽ എന്നുള്ള മീനിങ് ആണ് എറ്റ്സേലൻ എന്നുള്ളത്. ഫോൺ സിഷ് എറ്റ്സേലൻ എന്തായിരിക്കും അതിന്റെ മീനിങ്? സിഷ്, സിഷിന്റെ മീനിങ് എന്താ? വൺ സെൽഫ്. ഫോൺ സിഷ് എറ്റ്സേലൻ മീൻസ് ടെൽ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം. അതിന് കുറച്ച് ഹെൽപ്പിംഗ് ആയിട്ട് 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഔസ് ഗീഹൻ. ഓക്കെ, ഔസ് ഗീഹൻ മീൻസ് ടു ഗോ ഔട്ട്. ഗോ ഔട്ട് എന്നുള്ളതിനാണ് ഔസ് ഗീഹൻ എന്നുള്ള വേർബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കോക്കൻ. വാട്ട് ഇസ് കോക്കൻ? Kitchen. കോക്കൻ, Cooking. yeah, to cook. Next one is Musik. And next one is Kino. What is Kino? Film. Theater. Okay. തിയേറ്ററിനാണ് കീനോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4 പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഈ 4 പോയിന്റ്സ് ഉൾപ്പെടുത്താം. ഇതല്ലാതെ വേറെ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും പറയാം. ഇനി ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാട്ട് കേൾക്കാറില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ള പറയാം. ആ രീതിയിൽ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. ഇത് A2-ലെ ഒരു എക്സ്പ്രഷൻ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വരുന്ന ഒരു പാർട്ടാണത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് കുറച്ച് പോയിന്റ്സും തരും. നിങ്ങൾ നിങ്ങളെ കാര്യം റിലേറ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. Okay, once again, the question is, was machst du mit deinen Freunden am Samstagabend? Okay, so you have 5 minutes, I guess. 5 minutes മതിയാവും. അതിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. മാക്സിമം 4 to 6 പോയിന്റ്സ് വേണം. ഓക്കെ, 4 to 6 പോയിന്റ്സ്. സ്റ്റാർട്ട് ചെയ്യുമ്പം എങ്ങനെയാലും ഓൺ സാറ്റർഡേ ഈവനിങ്, ദാറ്റ് ഇസ് am Samstag Abend എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, yeah, do it fast.
Okay, guys, completed. Shall we start now? കഴിഞ്ഞായിരുന്നോ? 4 lines ആയില്ല. Yes. എന്തായിരുന്നു? 4 lines ആയില്ല. എന്നാ പെട്ടെന്നാക്കിക്കോളൂ. 4 പോരാ. മാക്സിമം കുറച്ചും കൂടെ എഴുതാൻ നോക്കുക. പ്രസന്റൈലാണ്. സോ മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. Okay, let's discuss now. Yeah, Neeraj. Neeraj. Okay, Renju. രഞ്ജുയുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പറയട്ടെ മാഡം. പറഞ്ഞോളൂ. ഹലോ, യാ പറയൂ. കേൾക്കാമോ മാം? ഓക്കെ. Ich mag mit Freunde so aussehen. Manchmal wir haben kochen, eine Suppe und einen Burger. Wir spielen Musik. Ich möchte gerne Kino mit meinen Freunden. Es ist schönes Tag für mich. ഓക്കെ, വൺ തിങ്, ഇത് ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നടന്നതിനെ കുറിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ ഫുള്ളി നിങ്ങൾ പാസ്റ്റിൽ പറയണം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങളൊരു ഫ്യൂച്ചർ ടെൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയണം. ഇനി നമുക്ക് ഓരോ സെന്റൻസ് വൈസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? Okay. Am Samstagabend ich mag mit Freunden zu aussehen. ഓക്കെ, സംസ്ഥാഗ് ആബന്ദ് മാഗ് ഇഷ്. ഓക്കെ, അവിടെ വന്ന്
അവിടെ വന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് മാഗ് എന്നുള്ളത് മ്യോഗൻ എന്നുള്ളത് ടു ലൈക്ക് ആണ്. ഇതിനേക്കാളും നമുക്ക് അവിടെ കുറച്ചും കൂടെ നല്ലത് മ്യോഷ്ടൻ യൂസ് ചെയ്യാനാണ്. വുഡ് ലൈക്ക് ടു. ഓക്കെ, മ്യോഷ്ടൻ ആണ് കുറച്ചും കൂടെ. മ്യോഷ്ട. സോ ഇപ്പൊ എങ്ങനെയാ Samstag Abend möchte ich mit meinen Freunden ausgehen. വേറെ ഗേഹന്റെ ആവശ്യമില്ല. ഔസ്ഗേഹൻ എന്നുള്ളത് തന്നെ ഒരു വെർബാണ്. ആ വെർബിന്റെ മീനിങ് ആണ് ടു ഗോ ഔട്ട് എന്നുള്ളത്. ഓക്കെ, സോ അത്ര മതി. Samstag Abend möchte ich mit meinen Freund ausgehen. ഇനി സെക്കൻഡ് സെന്റൻസ്. Okay. Manchmal wir haben vorher eine Zugburger. അപ്പൊ അവിടെ ഹാബന്റെ ആവശ്യമില്ല. അവിടെ ഹാബന്റെ ആവശ്യമില്ല. കോക്കൻ ഈസ് ഓൾസോ എ വേർബ് അല്ലേ? സോ manchmal kochen wir എന്തായിരുന്നു സൂപ്പർ ഓർഡർ ബർഗർ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, manchmal kochen wir ഏതാണോ ഡിഷ് അത് പറയാം. നെക്സ്റ്റ് വൺ. Wir spielen Musik mit Freunden. Ja, wir spielen Musik. Okay. Wir spielen Musik. Okay, next point. Ich möchte gehe Kino mit meinen Freunden. Ja, ich möchte എന്താ മൊഡാൽ വെർബ് ആണ്. അപ്പൊ ഗേഹൻ എവിടെ പോവും? മൊഡാൽ വെർബിന്റെ കൂടെ മെയിൻ വെർബ് വരുമ്പോ മെയിൻ വെർബ് എൻഡിലേക്ക് ഇൻഫിനിറ്റീവ് ഫോമിൽ പോകും. So it will be ich möchte mit meinen Freund ins Kino gehen. Ich möchte mit meinen Freund ins Kino gehen. Okay. The last point. Okay. Für mich. എന്തായിരുന്നു? Es ist schönes Tag für mich. Okay, അവിടെ നല്ല ദിവസം. അത് ഇതുവരെ നടന്നിട്ടില്ല രഞ്ജു. ഇതുവരെ നടക്കാത്തൊരു ദിവസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇയാൾ അവിടെ എന്ത് ചേർക്കണം? ഏതെങ്കിലും മൊഡാൽ വെർബ് ചേർത്താൽ മതി. ഇറ്റ് ഷുഡ് ബി എന്നുള്ള രീതി പറഞ്ഞു. Es soll ein schönes Tag sein. It should be a good day. Es soll einen schönen Tag für mich sein എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. ഇതുവരെ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫ്യൂച്ചർ ടെൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്ലസ് മൊഡാൽ വെർബ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. എന്തായിരുന്നു? ഇയാളുടെ വോയിസ് ബ്രേക്ക് ആവുന്നു. ബ്രേക്ക് ആവുന്നു ഭയങ്കരമായിട്ട് വോയിസ്. അതൊന്ന് എഴുതിയത്. പറഞ്ഞോളൂ. Okay, it's fine. Now, Neeraj? Okay. Yeah. Neeraj? Sorry. Am Samstagabend möchte ich Fußball spielen gehen. Fußball spielen? Gehen വേണമെന്നില്ല. Okay. Fußball spielen. Wir mögen beide Musik. What is that? We both like music now. Okay. Wir mögen. അതിനേക്കാളും ഇറ്റ് ഈസ് ബെറ്റർ ടു സേ wir hören Musik gern. Gern എന്നുള്ള ഞാൻ നിങ്ങളുടെ ബാച്ചിൽ പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ചാറ്റ് ബോക്സ് നോക്കുക. ഗേൺ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഈ അഡ്ജക്റ്റീവിന്റെ മീനിങ് ടു ലൈക്ക് എന്നാണ്. ഏതെങ്കിലും ഒരു വേർബ്, ഒരു ആക്ഷന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മ്യോഗനെക്കാളും ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഗേൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ich spiele Fußball gern. Ich esse ബിരിയാണി gern. ഇവിടേക്ക് ഒരു ആക്ഷൻ ഇഷ്ടമാണെന്നുള്ളതാ പറയുന്നത്. അതുപോലെ തന്നെ wir hören Musik gern.
Okay, we hören Musik music. gern. Wir hören Musik gern. Continue. ഒരു മിനിറ്റ്. ഉം. Wir Mhm. hören alte Rockmusik. Mhm. Ich Mhm. അതെ. Yeah. Continue. Neeraj. Yes, Neeraj. Okay, Neeraj. Fine. Arshad, can you start? Yeah. Am Samstagabend ich möchte mit dem Freunden machen ins Kino gehen, aber kommt nicht. One second. Am Samstagabend. First position ല് വന്നാൽ verb-ന്റെ position will be always in second. Subject third position ല് പോകും. അപ്പോ Möchte ich mit dem Freunden machen ins Kino gehen? മാഹൻ എന്തിനാണ് അപ്പൊ അവിടെ? ഫിലിമിന് പോണം എന്നല്ലേ? ഇൻസ് കീനോ ഗേഹൻ. ഗേഹൻ itself is the main verb. So am Samstagabend möchte ich mit meinen Freunden ins Kino gehen. Ins Kino gehen. Aber kommt nicht kommen. kommt nicht എന്ന് വെച്ചാൽ അത് പ്രസന്റ് ടെൻസ് ആയി. അത് ഫ്യൂച്ചറിൽ പറയൂ. അല്ലെങ്കിൽ he Nicht cannot kommen. come. Aber kann nicht kommen. Aber kann kann nicht kommen. He cannot come. Kann nicht kommen, അല്ലേ? Yeah. Okay. Also wir am Sonntagabend also എന്നുള്ളതിന് നമ്മൾ എന്താ ജർമ്മനിൽ പറയാം? Also. ജർമ്മനിൽ ഓൾസോ എന്ന് വെച്ചാൽ സോ എന്നാണ്. സോ ഓൾസോ എന്നുള്ളതിന് ഔക്ക്. ഔക്ക്. Okay. Auch wir gehen ins Kino gehen, ausgehen, essen und küssen. അവിടെ ഇങ്ങനെ പറയാം. Wir haben auch viele andere Dinge geplant. Okay, we have planned many other things also. Wir möchten zusammen kochen, ausgehen, Musik hören und so weiter. Okay, we would like to cook together, go out together, hear music എന്നുള്ള രീതിയിൽ പറയാം. ക്ലിയർ ആയോ? അടുത്ത കാര്യങ്ങൾ. Yeah, wir haben viele andere Dinge, many other things geplant. We have planned. അവിടെ wir haben ആണോ? Yeah, geplant. Planned. We have already planned many other things also. അപ്പോ കഴിഞ്ഞ ഫ്യൂച്ചർ ആവില്ലല്ലോ. നമ്മൾ പറഞ്ഞ കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്നുള്ളത് എന്താണ്? പാസ്റ്റ് അല്ലേ? പ്ലാൻഡ്. We have planned എന്ന് പറയുമ്പോൾ. എന്നിട്ട് wir möchten zusammen kochen, Musik hören, ausgehen und so weiter. We would like to cook together, hear music, to go out and etc. Und so weiter means etc. Okay. ഇവിടെ ആവുന്നതിന് പകരം while ഉപയോഗിക്കാൻ പറ്റുമോ? While is because. അപ്പോ മീനിങ് തന്നെ മാറിയില്ല. എത്രേ ഉള്ളൂ. Okay, fine, good. Neeraj? Yes, I would like to എങ്ങനെ എഴുതാം? Would like to എന്നുള്ളതിന് ഏത് മോഡൽ വെർബാ യൂസ് ചെയ്യാം? Would like to ഇത് wollen. That is want to. I want എന്ന് പറയാനാണ്. ഇഷ്ടം.
Yeah, mjøsten. Would like to എന്നുള്ളതിന് mjøsten യൂസ് ചെയ്യും. So I would like to, ich möchte. Okay. ഉം. ഈ മ്യൂഷ്ട് വരുമ്പോ സബ്ജക്റ്റ് സെക്കൻഡ് പൊസിഷൻ പോവും, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ എന്തുകൊണ്ടാണ് സബ്ജക്ട് സെക്കൻഡ് പൊസിഷനിൽ പോയത്? ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ടൈം റിലേറ്റഡ് കാര്യം കൊടുത്തു, സാംസ്താഗ് ആബണ്ട് എന്നുള്ളത്. ഓക്കെ, സബ്ജക്റ്റിന്റെ പൊസിഷൻ ഇസ് എയ്തർ ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് എന്നാണ്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ സാംസ്താഗ് ആബണ്ട് വന്നത് കൊണ്ടാണ് സബ്ജക്ട് തേർഡ് പൊസിഷനിൽ പോയത്. ഓക്കെ. Okay. നീരജ് പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇത്രയും. ഓക്കെ ഓക്കെ. സോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ തന്നത്ര സമയം നിങ്ങളുടെ പ്രഷൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടില്ല. എക്സാം ടൈമിൽ ഏറിപ്പോയാൽ 2 മിനിറ്റ്. ഈ 2 മിനിറ്റിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയണം. എഴുതാനുള്ള സമയം പോലും ഉണ്ടാവില്ല. സോ സ്പീക്കിങ്ങിൽ മാക്സിമം ജസ്റ്റ് നോട്ട്സ് എഴുതി വെച്ചിട്ട്, ദാറ്റ് ഇസ് ഫുൾ സെന്റൻസ് അല്ല, ജസ്റ്റ് എന്തൊക്കെയാ പറയണ്ടെന്നുള്ള ചെറിയ നോട്ട് എഴുതി വെച്ചിട്ട് മാക്സിമം പോയിന്റ്സ് പറയാൻ നോക്കുക. എന്നിട്ട് ഇത്ര പോയിന്റ്സ് പോരാ, നിങ്ങൾ ഒരു കണ്ടിന്യൂസ് നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്നാണ് നിങ്ങൾ അവിടെ കാണിക്കേണ്ടത്. ജർമ്മനിൽ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കണം. ഓക്കെ, സോ ഈ സാധനം കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം, ഈ ഒരു എക്സസൈസ്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം, ഇങ്ങനെ അതും കൂടെ ചെയ്യാം നമുക്ക്. ജസ്റ്റ് വെയിറ്റ്. നീരജ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. Was machen Sie am Sonntag? ഉം. Freunde ഉം. besuchen? Besuchen. Besuchen? ഉം. Hobbys? Lange schlafen? ഉം. Fernsehen? Yeah. Was machen Sie am Sonntag? എന്താണ് അതിന്റെ മീനിങ്? What would you like to do on Sunday? സൺഡേ എന്നുള്ളതാണ്. ഇനി അവിടെ വരുന്ന 4 പോയിന്റ്സ്. Freunde besuchen. What is Freunde besuchen? ഫ്രണ്ട് വിസിറ്റ്. Visit your friends. Second one, hobbies. Hobbies ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം. Next one, lange schlafen. That is ലോങ് സ്ലീപ്പ്. to take long sleep. Next one, Fernsehen. What is Fernsehen? Fernsehen. To watch TV. Okay. So the question is, was machen Sie am Sonntag? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തോന്നുന്ന വേറെ എക്സ്ട്രാ മൈൻഡിൽ വരുന്ന പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മീനിങ് മനസ്സിലായല്ലോ? എല്ലാ പോയിന്റ്സിന്റെയും ക്ലിയർ ആണല്ലോ? അതെ. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്താ ശരിക്കും ഈ സൺഡേ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, again you have 5 minutes. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യും.
Okay, guys, completed? Done? Completed? Okay, so let's discuss. Yeah, Neeraj. Sonntag möchte ich Fußball spielen mit meinem Freunde. One second. Möchte Fußball spielen mit meinen Freunden. അവിടെ Ja, ich will. ഇഷ് വരും. ഇഷ് is okay. Okay. Möchten Fußball spielen mit meinen Freunden. Mit മൊഡാൽ my വെർബും മെയിൻ വെർബും വരുമ്പം സ്പീലൻ എന്നുള്ളത് എവിടെ പോണം? Endele. യാ എങ്ങനെയായിരിക്കും വരിക? Möchte ich Fußball mit meinem Freunden spielen? യാ sehr gut. Continue. Ich möchte malen. Okay, ich möchte malen. Sehr gut. Ich möchte nach Fußball spielen lange schlafen. Fußball spielen already പറഞ്ഞു. അപ്പൊ ഇനി പറയാം ich möchte auch lange schlafen. അല്ല കളിച്ചു വന്നു കഴിഞ്ഞിട്ട് കിടന്നോളാന്ന് പറഞ്ഞു. ഓക്കെ സോ അവിടെ ഇയാള് എന്ത് യൂസ് ചെയ്യണം? കണക്ടർ യൂസ് ചെയ്യണം. നാഗ്ദേം എന്നുള്ള യൂസ് ചെയ്താൽ മതി. ഓക്കെ ഞാൻ നാക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നാഗ്ദേം. വൺ സെക്കൻഡ്. അപ്പൊ കണക്ടർ വരുമ്പോ സെന്റൻസ് എങ്ങനെ വരും? Ich möchte nach dem Fußball spielen lange schlafen. നാഗ്ദേം എന്നുള്ളത് എന്താ? ബെസുന്തര കണക്ടർ എന്നാണ്. ഓക്കെ, Okay. നാഗ്ദേം അങ്ങനെ പറയാം. നാഗ്ദേം ich Fußball gespielt habe, möchte ich lange schlafen. After playing football, I would like to sleep long. Nachdem ich Fußball gespielt habe, möchte ich lange schlafen. Okay? Verb rule. Okay. കണക്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങാം. അത്രേ ഉള്ളൂ. Ich möchte versehen nicht. ഓക്കെ, സോ ich möchte വേണ്ട, ich mag മതി. Ich mag nicht. Ich mag Fernsehen എന്നുള്ളത് ഒരു ട്രെൻഡ് ഭാരവാണ് ആക്ച്വലി. Ich möchte അല്ല, ich mag nicht Fernsehen. Ich mag nicht Fernsehen എന്ന് വരും. നിങ്ങൾക്ക് ട്രെൻഡ് ഭാരവബ് പഠിക്കുമ്പോൾ ആ ചാർട്ടിൽ തന്നിട്ടുണ്ടാവും മിക്കവാറും ഫാൻസേഹൻ എന്നുള്ളത്. ട്രെൻഡ് ഭാരവബ് ആണത്. വാച്ച് TV. അത്രേ ഉള്ളൂ. Okay, good. Now Arshad. Am Sonntag möchte ich mit den Freunden einen Freundin besuchen. What besuchen? Freundin Freundin besuchen. Okay. und Fußball spielen, aber sie spielen nicht gut. Auch wir haben geplant, lange schlafen Okay. und Musik hören. Sie schlafen lieber. Ich gerne nicht. ഒരു മിനിറ്റ്, ആ സെന്റൻസ് മുസീക് ഹ്യോറന്റെ ആ സെന്റൻസ് മുതലൊന്ന് വായിച്ചു. Wir haben geplant, lange schlafen Okay. und Musik hören. Sie ist schlafen lieber. Okay, sleep lover. Ich gerne nicht schlafen. What is that? Okay. I don't like sleep. Okay. Aber meine Freundin gern schlafen. Okay. അവിടെ ഈ is dein Schlafe lieber അങ്ങനെ ഒരു വേർഡ് വരില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. schläft gern. Schläft gern. He likes to sleep. Schläft gern. Schläft gern. Yeah. Okay. And last sentence ഒന്നുകൂടെ പറഞ്ഞ അർഷദ്. Ich gerne nicht schlafen.
aber meine Früchten gehen schlafen. Very good. Okay, okay. Fine. So, good. ഇപ്പൊ കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് സെക്കൻഡ് എത്തിയപ്പോ. ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇനി ഒരു 10 മിനിറ്റും കൂടെ ടൈം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള ടോപ്പിക്സ് ഇല്ല. സോ ദാറ്റ് നമ്മൾ ഹോംവർക്ക് ഇപ്പൊ ചെയ്യാൻ പോവാണ്. ഞാൻ അയച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പൊ ചെയ്യണം. എന്നിട്ട് 10 മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് അയക്കണം. ക്ലാസ് എൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ അത് ചെയ്യണം ഹോംവർക്ക്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റീമെൻഷൻ ചെയ്യാം. ഇന്നലെ അയച്ചതാണോ? യാ, ഇത് അഡ്ജക്റ്റീവ് എൻഡിങ്ങിന്റെ ഹോംവർക്ക്. എന്തുങ്ങൻ ഞാൻ റീമെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അതൊന്ന് ചെയ്തോളൂ. അത് ചെയ്തത് ചെയ്തതാണോ? എന്നൊന്ന് ഗ്രൂപ്പിൽ അതെ. അയക്കാവോ? നീരജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ചെയ്യാം. എന്നാ ജസ്റ്റ് വെയിറ്റ്, ഞാൻ വേറെ എക്സസൈസ് തരാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. Okay, ഈ എക്സസൈസ് ചെയ്യാം. ഞാനിത് ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഏതർ നിങ്ങൾക്ക് ലിങ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിൽ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഒന്നേലും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൂടെ തന്നെ ചെയ്തു പോകും. ഓക്കെ, അതായിരിക്കും ബെറ്റർ. നിങ്ങളിപ്പോൾ ചെയ്തോളൂ പെട്ടെന്ന്. അഡ്ജക്റ്റീവ് എൻഡിങ് തന്നെ. ഓക്കെ, കറക്റ്റ് അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കുക. പ്ലീസ് ഡു ദാറ്റ് ഫാസ്റ്റ്. ഫുള്ള് ചെയ്യണമെന്നില്ല. അപ് ടു 8 ക്വസ്റ്റ്യൻ വരെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ഞാൻ അയച്ചിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ. ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? അതിൽ ഇല്ല, ഞാൻ ലാസ്റ്റ് ക്ലാസ് ക്യാൻസൽ ചെയ്തപ്പോൾ ഇത് അയച്ചിട്ടുണ്ട്. സോ ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ. ചെയ്തിട്ട് ഗ്രൂപ്പിൽ എനിക്ക് അയക്കണം ആൻസർ. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് നൗ. എനിവേ, ക്ലാസ് ഞാൻ എൻഡ് എന്താണ് ചെയ്യുമ്പോൾ ചെയ്തത്? ഇതാണോ ചെയ്തത്? Yeah. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഈ ലിങ്ക് അയക്കുന്നതിന് മുന്നേ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കൂ. ഓക്കെ. അത് ചെയ്യും. ഓക്കെ, അത് ചെയ്തിട്ട് എനിക്ക് ഗ്രൂപ്പിൽ അയക്കാം പെട്ടെന്ന്. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, നമുക്ക് ക്ലാസ് 3 ഡേയ്സ് തന്നെ ആക്കി മാറ്റിയാലോ? എനിക്ക് ഈ തേഴ്സ്ഡേയ്സിൽ മോർണിംഗിൽ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വൈ. സോ എല്ലാം കൂടെ ഹെക്ടിക് ആവും. 3 ഡേയ്സ് തന്നെ മതിയോ? അതോ ഈ കണ്ടിന്യൂസ് ക്ലാസ് വേണോ? എങ്ങനെയാണ് നിങ്ങൾക്ക്? യെസ്, അർഷദ് ആൻഡ് നീരജ്. കുഴപ്പമില്ല. 3 ഡേയ്സ് അല്ലേ ബെറ്റർ? ഓക്കെ, അതെ, കുഴപ്പമില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. സോ എനിവേ, ഐ ഗെസ് 3 ഡേയ്സ് ആയിരിക്കും നല്ലതെന്ന്. എനിവേ, ഇനി വരുന്ന ടോപ്പിക്സ് എല്ലാം കുറച്ചതായിരിക്കും. സോ കണ്ടിന്യൂസ് ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. പിന്നെ ഹോംവർക്സ് കൈൻഡ്ലി പ്ലീസ് ഹോംവർക്സ് അയക്കുക ടൈമിന്. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് എവിടെയാണ് പ്രോഗ്രസ് ചെയ്യേണ്ടത്, എവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവുള്ളൂ. സോ ഹോംവർക്ക് അയക്കുമ്പോൾ അത് ടൈമിന് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഡയറി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പ്ലീസ് ഡു ദാറ്റ്. അതർവൈസ് നിങ്ങളുടെ
എവിടെയാ മിസ്റ്റേക്ക് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവില്ല. സോ പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ബാക്ക് ടു 3 days ക്ലാസ് ആയിരിക്കും. ദാറ്റ് ഈസ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ഓക്കെ. ഈ ലിങ്കിലാണോ ചെയ്യേണ്ടത്? ഹർഷത്, ലിങ്കിലത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ഹൗസ് ഓഫ് ഗാബ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് 5 questions കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ റീമെൻഷനും ചെയ്തിട്ടുണ്ട്, 2 ഡോട്ട് ഇട്ടിട്ട്, ലിങ്കിന് തൊട്ട് മേലെ ഉള്ളത്. ഓക്കെ ഓക്കെ. ഉം.
Okay, guys, completed. Done. Yeah. Okay, so let's discuss. First one, Neeraj. Das ist ein guter Mann. Yeah, das ist ein guter Mann. Sehr gut. Second one, Arshad. കംപ്ലീറ്റഡ് അല്ല. Okay, second one ചെയ്തിട്ടില്ല. ഇല്ല ഫസ്റ്റ് വൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ. Okay, Neeraj. Ich schenke ihr eine rote Bluse. Bluse. Ich schenke Bluse. ihr eine rote Bluse. Sehr gut. Third one also. Der schwarze Schuh passt mir nicht. Der schwarze Schuh passt mir nicht. Sehr gut. Next one. Das neue Brille ist modern. Das neue Brilliano. Das ആണോ D ആണോ? Sorry, neue D. Brille. Next one. Das Handy liegt auf einem großen Tisch. Ja, das Handy liegt auf einem großen Tisch. Be honest. Translator യൂസ് ചെയ്തിരുന്നോ? Hey, ഉറപ്പാണല്ലോ? അതെ. Okay, fine. നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? സോറി A2 ക്ലാസ് 10 ഓക്കെ ഫൈൻ. അല്ല, ഞാൻ ആർട്ടിക്കിൾസിൽ വന്ന കൺഫ്യൂഷനിലാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് 2 ക്വസ്റ്റ്യൻസിൽ ആർട്ടിക്കിൾസിൽ ഇയാൾ പറഞ്ഞതിൽ കൺഫ്യൂഷൻ വന്നു. ദാറ്റ്സ് വൈ. ഓക്കെ. സോ ഓക്കെ ഫൈൻ. ഇയാളൊന്ന് എഴുതിയതൊന്ന് ഗ്രൂപ്പിൽ ഇടണം. അർഷദ് ഓൾസോ കംപ്ലീറ്റഡ് ആൻഡ് സബ്മിറ്റ് ഇൻ ഗ്രൂപ്പ്. ഓക്കെ, നൗ ഇറ്റ്സെൽഫ് ക്ലാസ്സിന് ശേഷം ഇപ്പൊ തന്നെ ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 3 days ആയിരിക്കും. ആൻഡ് മോർ വർക്ക്സ് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ, ഫോർ ദ ടൈം ബീയിങ്. ഇനി ഫ്രൈഡേ അല്ലേ ഉള്ളൂ ക്ലാസ്? ഇനി ഫ്രൈഡേ ടെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. നമ്മൾ ടെക്സ്റ്റിലുള്ള വലിയ വലിയ എക്സസൈസുകൾ നമ്മൾ ചെയ്യും, എന്നാലും നിങ്ങൾക്ക് കഴിയുന്ന വർക്ക്സുകൾ നിങ്ങൾ സ്വയം ചെയ്ത് തുടങ്ങണം. ഓക്കെ, ടെക്സ്റ്റിൽ നമ്മൾ മേജറായിട്ട് ഓരോ പാസേജോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും, പിന്നെ ഹ്യൂറനൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള എക്സസൈസുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഗ്ലോസറീസും നോക്കി തുടങ്ങുക. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ്. ബാക്കിയുള്ള നമുക്ക് ഫ്രൈഡേ ഡിസ്കസ് ചെയ്യാം. ഫ്രൈഡേ പുതിയ ടോപ്പിക് നോക്കാം. ഇന്ന് ഞാൻ മേജറായിട്ട് സ്പീക്ക് ചെയ്ത് തന്നെ നോക്കണം വിചാരിച്ചത് കൊണ്ടാണ്. ഓക്കെ, സോ das ist alles für heute. We'll be meeting on Friday. Bis dann. Tschüss. Tschüss. Yes.